അസ്സലാമലൈക്കും. വാലേക്കും സലാം. സുഖാണോ മോനെ? സുഖം തന്നെ വാപ്പ. കല്യാണൊക്കെ എവിടം വരെ ആയി? പിന്നെ വാപ്പ കല്യാണത്തിന് എന്റെ അർബാബ് ഉണ്ടാവും. ഓലോട് ഇങ്ങോട്ട് വരാൻ പറ. നമ്മള് ബിരിയാണി കൊടുത്ത് ഉസാറാക്കി വിടാലോ. ഉസാറാക്കണോ, പക്ഷെ ചെറിയ പ്രശ്നമുണ്ട് വാപ്പ. പ്രശ്നോ? ഇച്ച് ബേജാറാക്കേണ്ടി വരും. കാര്യം പറ. അർബാബിനോട് സംസാരിക്കാനായിട്ട് നിങ്ങള് കുറച്ച് അറബിയൊക്കെ പഠിക്കണം. അതായിരുന്ന നമ്മക്ക് അറബിയൊക്കെ അറിയാം. ഇച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെന്താ ഇങ്ങനെ കിടന്ന് ഒച്ചെടുക്കണേ? ഒച്ചെടുക്കണില്ല, ഓൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് നാളെ. അതിനെന്താ നിങ്ങള് ബേജാറാവണേ? ബേജാറാവണമെന്നല്ല, ഓന്റെ കൂടെ ഓന്റെ അർബാബ് ഉണ്ടെന്ന്. അതേത് ബാബു? ബാബു ഇല്ലടി, നമുക്ക് അർബാബ്, ഓന്റെ മൊയിലാളി. ഇംഗ്ലീഷൊക്കെ നമുക്കും അറിയാം. നിങ്ങള് കൂടുതൽ തന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. ഇംഗ്ലീഷ് നമുക്കും അറിയാം, പക്ഷേ ഓനിക്കാണെങ്കിൽ അറബി അത്ര അറിയുള്ളൂന്ന്. നമ്മക്ക് പിന്നെ അറബിയൊക്കെ അറിയാന്നുണ്ട് കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് അറിയാവുന്ന അറബിയൊക്കെ നമുക്കും അറിയാം. എന്ന് നിങ്ങൾ അറബിയിൽ ഒരു 2 വാക്ക് പറഞ്ഞ? ഞാൻ പറയാലോ. അസ്സലാമലൈക്കും വാലൈക്കും അസ്സലാം. ഇതൊക്കെ തന്നെയല്ല അറബി. ഇതിനേക്കാളും നല്ല അറബീനെ മലയാളം പഠിപ്പിക്കണേ. ഈ ബുക്ക് എടുത്തുണ്ടോ അറബീന്റെ? എന്നാ മനുഷ്യ ബുക്ക്. ഇങ്ങടുത്താ. ആത്ത വായക്കനെ വായിക്കാം. കൈപ്പൽ ഹാൽ. ശരിയല്ലേടി? കൈപ്പിൽ ഹാൽ എന്ന് പറയുന്ന പാവയ്ക്ക് കൈപ്പിൽ ഹാൽ നല്ല മനുഷ്യ. കൈഫിൽ ഹാൽ. ഇച്ച് കൂടുതൽ പഠിപ്പിക്കാനൊന്നും നിക്കണ്ട, നമ്മക്കറിയാം. മോനെ അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. സുഖല്ലേ വാപ്പ? സുഖം തന്നെ. അർബാബേ അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. കൈഫൽ ഹാൽ? الله عليك. كيف الحال؟ الحمد لله بخير. أنت كلب كلب. بهذا لا കെൽബെന്നല്ല, കെൽബിന്റെ അർത്ഥം നായിന്ന്. أنا أستغفر الله أنا أستغفر الله. أنت كلب كلب كلب. شكرا. أغنية بدي أغنيها أنا وحبيبكم هسه محمد عساف. يلا سمعونا أحلى زقفة لمحمد. أيوة وينك يا أبو عساف؟ يلا عرفتوها؟ شو هي؟ يا عين عليكم. يا سلام. അർബാബേ അവിടെ ഇജിരിസ്. നീ പോയി വെള്ളം ഫ്രൂട്ടൊക്കെ എടുത്തുണ്ടോടി? എല്ലാ വാപ്പ നിങ്ങളല്ലേ പറഞ്ഞല്ലേ ശരിയാ റെഡിയാവുന്നു? എല്ലാം റെഡിയാണല്ലോ. അനാറിൻ മക്കൾ നിങ്ങളെ മുന്നിലേക്ക് വന്നേ, ബിസ്മിയും ഹംദും സ്വലാത്തും ചൊല്ലി തുടങ്ങുന്നേ. അൽമനാറിൻ മക്കൾ നിങ്ങളെ മുന്നിലേക്ക് വന്നേ, ബിസ്മിയും ഹംദും സ്വലാത്തും ചൊല്ലി തുടങ്ങുന്നേ. വർത്തമാന കാലം ഇന്നാതെന്ത് നിങ്ങൾ കേൾക്ക്, ഞങ്ങളിൽ വാരുന്ന തെറ്റുകൾ നിങ്ങളും ക്ഷമിക്ക്. വർത്തമാന കാലം ഇന്നാതെന്ത് നിങ്ങൾ കേൾക്ക്, ഞങ്ങളിൽ വാരുന്ന തെറ്റുകൾ നിങ്ങളും ക്ഷമിക്ക്. കേൾക്കണോ കൂട്ടരെ, ഇന്നൊരു പെണ്ണിനെ കിട്ടാനുള്ളിടങ്ങേറ്. ഇന്ന് കൂലിക്കാരൻ പോരാ, ഗൾഫുകാരൻ പോരാ, വല്ലാത്തിടങ്ങേറ്. സർക്കാർ ജോലിയുള്ള മാരനെ തേടുന്ന പെണ്ണുങ്ങളോ തോളി, മൂക്കിൽ പല്ല് മുളച്ചാലും മാരനെ കിട്ടൂല എന്ന് നിനച്ചോളി. കേൾക്കണോ കൂട്ടരെ, ഇന്നൊരു പെണ്ണിനെ കിട്ടാനുള്ളിടങ്ങേറ്. ഇന്ന് കൂലിക്കാരൻ പോരാ, ഗൾഫുകാരൻ പോരാ, വല്ലാത്തിടങ്ങേറ്. ഏറെ കാലം കാത്തിരുന്നവസാനം ഇവനൊരു പെണ്ണു കണ്ടേ, പറ്റിയതാലെ മിഠായിട്ടൻ കണക്കിന് കൊണ്ടുവന്നേ. ചുമടതേറ്റി വരുന്നതെല്ലാം അഹങ്കാരത്തിൻ പെട്ടിയാണേ. ഏറെ കാലം കാത്തിരുന്നവസാനം ഇവനൊരു പെണ്ണു കണ്ടേ, പറ്റിയതാലെ മിഠായിട്ടൻ കണക്കിന് കൊണ്ടുവന്നേ. ചുമടതേറ്റി വരുന്നതെല്ലാം അഹങ്കാരത്തിൻ പെട്ടിയാണേ. ആനന്ദ
ആനന്ദിച്ചാശിച്ചോരി മംഗലത്തിൻ കോലം കണ്ട് അന്തം വിട്ട് കുന്തമ്പോൾ ഞാന് നിന്ന് ആർഭാടമെന്ന് ചൊല്ലാൻ കഴിയില്ല ആർഭാടത്തിൻ പേരിൽ നടക്കുന്ന പേക്കൂത്ത്. ആനന്ദിച്ചാശിച്ചോരി മംഗലത്തിൻ കോലം കണ്ട് അന്തം വിട്ട് കുന്തമ്പോൾ ഞാന് നിന്ന് ആർഭാടമെന്ന് ചൊല്ലാൻ കഴിയില്ല ആഭാസത്തിൻ പേരിൽ നടക്കുന്ന ഇന്നിപ്പോ പുതിയാപ്പിളാര് വന്ന് തിരിച്ചു പോണ വരെ പുതിയാപ്പിളിന്റെ ബാപ്പാന്റെ നാട്ടുകാരൊക്കെ മനസ്സിൽ തീയാണ്. എങ്ങനെയാണ് ഇവര് വരിക, എങ്ങനെയാണ് ഇവര് പോകുന്ന ആർക്കും അറിയില്ല. ഇങ്ങനെ മാത്രമല്ല വരുന്നത്, ഈ പറഞ്ഞ രീതിയിലും പുതിയാപ്പിളാര് വരുന്നുണ്ട്. കല്യാണത്തിൻ പേരിൽ ആഭാസങ്ങളിന്ന് ആകാശം മുട്ടേ വളർന്ന് വരുന്നുണ്ട്. ഇത് കണ്ട് നമ്മുടെ ഉള്ളം പിടയുന്നു. ഈമാനുള്ളോർക്കെല്ലാം കൽബ് തവിക്കുന്നു. പുതിയ പിള പോകാനായി കൂട്ടുകാർ പോരല്ലോ. ലക്ഷങ്ങൾ വിലയുള്ള വാഹനം വേണ്ടല്ലോ. കുതിരയും കഴുതയും ആനയും അമ്പാരി ഒട്ടകങ്ങൾ വേണം കയറിയിരിക്കാനായി. സംസ്കാരമുള്ളോർക്ക് യോജിച്ചൊരു പണിയാണോ കല്യാണമെന്നത്? കുതിര കളിയാണോ? ഇന്നിപ്പോ നമ്മളെ ഒഴിവും കഴിവും നോക്കിയല്ല കല്യാണമൊക്കെ ഡിസംബറില് ഓഡിറ്റോറിയത്തിന്റെ മുതലാളിക്ക് വിളിച്ചാണ് നമ്മളൊക്കെ ഇന്ന് കല്യാണം എന്നാ വെക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. കാരണം സൗകര്യം നോക്കാണ്. കാലം മാറിയപ്പോ കോലം മാറണ്ട പൊന്നേ, പണമൊഴി പൗറ് വരട്ടെന്ന് വേണ്ട പൊന്നേ. പണമേറെ കളഞ്ഞുള്ള മംഗലം എന്തിന് പൊന്നേ, പണമില്ലാത്തൊരു ഗതി എന്താണ് പിന്നെ? ഇന്ന് ഓരോ കുടുംബത്തിലും നടക്കുന്ന വിവാഹത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആഘോഷങ്ങളാ ഇസ്ലാമിലില്ലാത്ത ആഘോഷങ്ങൾ. പല മുസ്ലിം കുടുംബങ്ങളിലും ഇതര മതങ്ങളുടെ ആശയങ്ങളുടെ ജീവിക്കുന്ന ആളുകളുടെ വിശ്വാസത്തിനേക്കാൾ കൂടുതൽ ഇതൊന്നും ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്തിയ മുസ്ലിം സമൂഹത്തിലെ കുടുംബങ്ങളിലാ തുടക്കം മുതൽ അവസാനം വരെ വെറൈറ്റി തേടുന്ന കല്യാണങ്ങൾ അല്ലേ? ഒരു വിവാഹം സംഘടിപ്പിക്കപ്പെടുമ്പോ ഓരോ രക്ഷിതാക്കളും കുടുംബങ്ങളും ചിന്തിക്കൽ എന്താ? ഒന്ന് വെറൈറ്റി ആവണം, ആ വെറൈറ്റി അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ച രീതിയിലാവണം എന്നതല്ല, മറിച്ച് അവരന്റെ കല്യാണ വീട്ടിൽ എന്താണോ നമുക്ക് താല്പര്യം തോന്നുന്ന ഒരു വെറൈറ്റി, ആ വെറൈറ്റി അതിനേക്കാൾ മനോഹരമായി നമ്മളെ കുടുംബത്തിലേക്ക് നമ്മൾ പറിച്ചു നടും. അതിന്റെ പേരിലാ ഇന്ന് എന്തൊക്കെ ആഘോഷങ്ങൾ ഉണ്ടായി. വിവാഹത്തോടനുബന്ധിച്ചുണ്ടാകുന്ന നിരവധി ആഘോഷങ്ങൾ, മഞ്ഞ കല്യാണങ്ങൾ, പച്ച കല്യാണങ്ങൾ. ഒരു കാലഘട്ടത്തിൽ ഒരേ കളറായിരുന്നെങ്കിൽ ഇന്ന് ഒരേ കളറ് 4 ദിവസം ആസ്വദിക്കുന്ന രീതിയിൽ വിവാഹത്തിന്റെ 4 ദിവസങ്ങൾക്ക് മുൻപേ ആരംഭിക്കുന്നു. കാതുകുത്ത് പോലെ, കല്യാണത്തിന് അരികുത്ത് പോലെ ഏതെങ്കിലും പഴമയുള്ള വീട്ടിൽ ചെന്ന് ചട്ടയും മുണ്ടും ധരിപ്പിച്ച് ആ പെണ്ണിനെ കൊണ്ടിച്ചെന്ന് ചട്ടയും മുണ്ടും ധരിപ്പിച്ച് ആ പെണ്ണിനെ കൊണ്ട് വേഷം കെട്ടിച്ച് അവസാനം ബീച്ചുകളിലും പാർക്കുകളിലേക്കും കൂട്ടിക്കൊണ്ടുപോയി ആണും പെണ്ണും അർദ്ധനഗ്നരായി സേവ് ദി ഡേറ്റിന്റെ വീഡിയോ ഇറക്കിയാലേ വിവാഹം കെങ്കേമമാകൂ എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന മനുഷ്യന്റെ നാണക്കെട്ട ജീവിത രീതിയേക്കാൾ ഏറെ നമ്മളെ ചർച്ച ചെയ്യിപ്പിക്കേണ്ടത് ഈ വൃത്തിയില്ലായ്മ കണ്ട് അതിന് ആസ്വാദനത്തിന്റെ അടിക്കുറിപ്പ് എഴുതുന്ന മാതാപിതാക്കളും മക്കളും കുടുംബക്കാരും ഇന്ന് നമ്മൾക്കിടയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും എത്ര വലിയ ജീർണതയാ നമ്മളെ മനസ്സിൽ കയറി കൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. വളരെ ആഹ്ലാദകരവും സന്തോഷകരവുമായ ഒരു സന്ദർഭത്തിന് സാക്ഷികളാകുവാനാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ സഹോദരൻ, എൻ്റെ ജ്യേഷ്ഠ സുഹൃത്ത് കൂടിയായ കാവുങ്ങൽ അബ്ദുൽ ഖാദർ സാഹിബിൻ്റെ മകൾ നസ്ലയും തെയ്യാലിങ്ങൽ പനയത്തിൽ ഹൗസ് സൈദലവി സാഹിബിൻ്റെ മകൻ മുഹമ്മദ് അസ്ലമും തമ്മിലുള്ള വിവാഹബന്ധം ഇവിടെ ഇന്ന് ആരംഭിക്കുകയാണ്. എൻ്റെ മകൾ ഫിദാ ഫാത്തിമ എന്നവളെ ഈ സ്വർണ്ണാഭരണങ്ങൾ മഹറിന് നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു, ഇണയാക്കി തന്നു, കൂട്ടിച്ചേർത്ത് തന്നു. നിങ്ങളുടെ മകൾ ഫിദാ ഫാത്തിമ എന്നവളെ ഈ സ്വർണ്ണാഭരണങ്ങൾ മഹറിന് എനിക്ക് നിങ്ങൾ നിക്കാഹ് ചെയ്ത് തന്നതിനെ, ഇണയാക്കി തന്നതിനെ ഞാൻ സ്വീകരിച്ചു, ഞാൻ തൃപ്തിപ്പെട്ടു.
رحمكما وبارك عليكما وجمع بينكما في خير. അല്ല ഇതെന്താ ഇവിടെ ആൾക്കൂട്ടോ? കുറെ മനസ്സിലുണ്ടല്ലോ. എന്താ പുതുമ? ഇവിടെ എന്താ പരിപാടി? ഈ മനുഷ്യന്മാരൊക്കെ ചെയ്ത് വെക്കൂല. ഇവിടെ എന്താ പരിപാടി? ഈ പിള്ളേർ അങ്ങനെ വയ്യാതെ കളിക്കണേ. എന്താ ക്യാമറ പിടിച്ചിരിക്കണേ? എനിക്ക് ബജ്ജത് മാനക്കൂറോ? ഇത് അവസാന ഘട്ടത്തിന്റെ ആൾക്കാരാ. എങ്ങനെ മാപ്പാണ് കയറുക? അങ്ങനെ നേരത്തെ നമ്മളോട് കൊണ്ടായി ആ പ്രിൻസിപ്പാലൊന്ന് കാണട്ടെ. ഒന്നാണ് കൊടുത്താലല്ല എല്ലാ പരിപാടിക്കും നമ്മളെ വിളിക്കുന്നതാ. തന്നെ നമ്മളെ മറന്ന എന്തായാലും ഓള് വരാൻ പറഞ്ഞാൽ നമ്മൾ വരാൻ മറക്കതല്ല. അല്ലല്ല ഇതിനുള്ളിലേക്ക് എന്നാൽ കയറണല്ല. എങ്ങനെയാണ് കയറുക? ഒന്ന് നനഞ്ഞു കയറുവാലോ. പോയി ഇവിടെ ആളില്ല. അതോ ഇവിടെ ആളില്ലേന്ന് പള്ളിക്കാട് സ്ഥലം വേണ്ട ഒരു കാര്യമില്ല. മനസ്സിലായ? പോയി. ആരാ? മീൻകാരനാണോ? മീൻകാരൊന്നല്ല. ഇതിന്റെ ആളാരാടോ? ഓളെ തന്നെ വിളിച്ചാ ഇത് തുറക്കണല്ല. ഇതങ്ങനെ പൊന്തൂല. മര്യാദ തുറക്കാൻ പറയും. മീരാക്ക, ഇവിടെ കുട്ടികളുടെ കളിയാണ്, കേട്ടിട്ടില്ലേ? ആ കേട്ടിക്കണ്, എമ്പാട് കേട്ടിക്കണ്. പക്ഷേങ്കില് ഇത് തുറന്ന് കണ്ടാ വഴി അടക്കാൻ മടിയേക്ക കാണുന്ന പോലെ കഴിച്ചില്ല. മനസ്സിലായ? ആ കളിക്കാനുള്ള കുട്ടികൾ റെഡി ആവാണ്, അണിഞ്ഞൊരുങ്ങാണ്, കളർഫുൾ പരിപാടിയാണ്, സൂപ്പറാണ്. എവിടെ ഈ മാറാ എന്റെ പിള്ളേര്? ഒന്നാണ് തന്നാണ്ടല്ല. എന്തൊക്കെയായിരുന്നു എൻ്റെ ഒരു പടായി, മലപ്പുറം കത്തി, കോഴിക്കോട് ആലുവ, തലശ്ശേരി ബിരിയാണി, കാസർഗോഡ് കൂട്ട്, ഇത്രയും മനുഷ്യന്മാരുണ്ടായിരുന്നിട്ടോ ഇത്ര 4 വരെ കണ്ടില്ല. ഇപ്പൊ വരും, ഇപ്പൊ ശരിയായി തരാം. ആഹാ ഉസാറായി. അല്ല മോനെ, എന്താ എന്റെ പേര്? നല്ല പേര്, അജാതി പേരാന്റെ പേര്. ഭാവത്തിന്റെ കളിച്ചൂടി കൊറേ പേര് നമ്മളിവിടെ കാത്തിക്കണ്. എന്താ പാടാളില്ല ഞങ്ങക്ക്? നമ്മള് പാടിച്ചതാണ്. അപ്പൊ നിങ്ങള് പാട് കളവാൻ തീരുമാനിച്ചല്ലേ ബീരാങ്ക? ആടല്ല, ഞാൻ എങ്ങനെയാണ് പാടിപ്പോയി? അരികിലെടുക്കും
وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين. അറിയുക, സമ്പത്ത്, സമയം, ആരോഗ്യം എന്നിവയെക്കുറിച്ച് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. തുടച്ചു നീക്കാം കടമെടുത്ത ആർഭാടങ്ങളെ, അനാചാരങ്ങളെ.